നമ്മുടെ കാരണവന്മാർ 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷേ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. ഈ ഒരൊറ്റ ഡയലോഗ് പകരുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്തു വന്നാലും തളർത്താനാവില്ല എന്നൊരു കോൺഫിഡൻസ്. അതുകൊണ്ടാകാം പൊന്മാനും പി അജേഷും 2025 ഏറ്റവും മികച്ച ചിത്രമായി നമ്മുടെ മനസ്സിൽ ഇടിച്ചു കയറിയത്. സ്റ്റെഫിയുമായി മരിയാനോ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ തന്റെ സ്വർണം കൂടെ കൈവിട്ടു പോയതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ച് പരിഭ്രമിച്ചു നിൽക്കുന്ന അജേഷിന്റെ ആ മുഖഭാവം, അതിനെ മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും നമ്പർ 1 പ്രകടനമെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? പൊന്മാൻ എന്ന ചിത്രത്തിൽ ഒരിടത്തും മലയാളി ബേസിൽ ജോസഫിനെ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നത് അസാധ്യമായ പി അജേഷിന്റെ പകർനാട്ടം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വർഷാരംഭത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമ ഡിസംബർ മാസത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത്. തല്ലുകൊണ്ട് വീഴുമ്പോഴും വീണ്ടും നേരെ നിന്ന് പോരാടുന്ന ആ കോൺഫിഡൻസ് കണ്ടിരിക്കുന്നവരിൽ ഒരിത്തിരി കണ്ണുനീർ സമ്മാനിച്ചുകൊണ്ടാണ് അജേഷ് സ്ക്രീനിൽ നിന്ന് മായുന്നത്. അതായിരുന്നു പൊന്മാൻ.